വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ വെളിയിൽ പോണത് എങ്ങോട്ടാണ്? ലുസൈൽ ബോളിവുഡ്. ഇവിടെ സ്കൈ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. സ്കൈ ഫെസ്റ്റിവൽ കാണാൻ 3-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ സ്കൈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് വരാം വീട്ടിൽ. ഓക്കെ. എൻ്റെ മോൻ്റെ പാട്ടൊക്കെ കേട്ടല്ലോ, ഇഷ്ടപ്പെട്ട പാടറ. കുറച്ച് ശ്രുതിയൊക്കെ കുറവുണ്ട്. വിശ്വാസാതെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫിഫ 2022 വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയമാണ് അത് എന്നുള്ളത് കേട്ടോ. അത് ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാണ് കണ്ട. അപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പാർക്കിങ് അടുത്തൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലുസൈൻ ഫെസ്റ്റിവൽ നടക്കുന്നവിടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പാർക്കിങ് അവർ ഓരോ റോഡും ബ്ലോക്ക് ചെയ്തിട്ടത് കാരണം പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ഒരുപാട് ദൂരെയാണ് ഞങ്ങൾ കാണാൻ പോണ സ്ഥലം. അപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഒരു വേറെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം അവിടെ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെ കിട്ടി. പിന്നെ ഇത് അണ്ടർഗ്രൗണ്ടിലായിരുന്നു നമ്മുടെ വണ്ടിയുടെ പാർക്കിങ്. അവിടെ ഒരാൾക്ക് മാത്രമേ പാർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ലാസ്റ്റായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലിഫ്റ്റ് തപ്പിയിട്ട് പോണ വഴിയാണ് കേട്ടോ. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരറ്റത്തായിരുന്നു നമ്മുടെ പാർക്കിങ്. പിന്നെ അവിടെ നിന്ന് നേരെ വെളിയിലോട്ട് പോയതും അടുത്തായിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു പരിപാടി നടക്കുന്നതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. അധികം നടക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ മൊത്തത്തെ ഇവിടുത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ മൊത്തം കിളിപ്പാറിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് പറയാതിരിക്കാൻ വയ്യ. അത്ര നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവരുടെ ഓരോ ഫെസ്റ്റിവലിനും ലൈറ്റാണ് മെയിൻ ഹൈലൈറ്റ് പറയുന്നത്. അടിപൊളിയാണ്. പിന്നെ കുറേ പേര് ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉള്ളത് കാരണം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മെയിനായിട്ട് പറയുന്നത് ഇതൊരു റോഡാണ്. അത് ക്രോസ് ചെയ്തിട്ടാണ് ഇവിടെ ഈ ഫെസ്റ്റിവൽ നടക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഖത്തറിലുള്ള മിക്ക ആൾക്കാരും ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് പൊതുവെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവിധ ആൾക്കാരും വാഹനമുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ കാണാൻ വേണ്ടി കുറേ നേരമായി നിൽക്കണം കേട്ടോ. 1-2 പടക്കം പോലെ പൊട്ടിയപ്പോൾ എൻ്റെ മനയ്ക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പരിപാടി ഉഷാറായി എന്ന് പറയാം. പിന്നെ ഈ ഒരു പരിപാടിൻ്റെ പ്രത്യേകത പറയുന്നത് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഡ്രോണാണ് കേട്ടോ. ഡ്രോൺ വെച്ചിട്ടാണ് ഇവർ എല്ലാ ആ ഒരു എന്താണ് പറയുക ഖത്തറിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർത്തിട്ടുള്ളത് ഡ്രോൺ വെച്ചിട്ടാണ്. അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞാൽ ഒരു രക്ഷയില്ല സംഭവം കാണാൻ. അപ്പോൾ ഖത്തറിൻ്റെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഒരു പേൾ ഓഫ് ഖത്തറിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പ്രത്യേകതമായിട്ടുള്ള എല്ലാ ഒരു എന്താ പറയുക എല്ലാ സാധനങ്ങളും ഇവർ കാണിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മോന് വലിയ ഉഷാറുണ്ടായിരുന്നില്ലെങ്കിലും ഈ ഡ്രോൺ വെച്ചിട്ടുള്ള ഇത് സംഭവം തുടങ്ങിയ സമയത്ത് അവനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഇത് കണ്ടോ, അത് തുടങ്ങാണ്ടിരിക്കുമ്പോൾ വാ തിരിച്ചു പോകാൻ പറഞ്ഞിട്ട് അവൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഞങ്ങളൊരു 7:30 ആകുമ്പോൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരിപാടി 8-8:30 ആയിട്ടുണ്ട് പരിപാടി തുടങ്ങാൻ. ഞാൻ പറഞ്ഞ ഫസ്റ്റ് പേൾ ഓഫ് ഖത്തറാണ് ആദ്യം ഡ്രോൺ വെച്ച് കാണിക്കുന്നത് കേട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയായിരുന്നു നേരിട്ട് കാണാൻ.
അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അവസാനം ചെറിയൊരു വെടിക്കെട്ട് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇക്കയുടെ ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടുകൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ വീട്ടിലോട്ട് വന്നു കേട്ടോ. കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ മെയിനായിട്ടുള്ള ഒരു ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. തിക്കും തിരക്കും കാരണം നമുക്ക് അത്രയൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ആ ഒരു മ്യൂസിക്കിനനുസരിച്ച് താഴെ ബാൻഡാണ് കേട്ടോ കൊട്ടുന്നത്, അതായിരുന്നു പരിപാടി. പിന്നെ ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ലൈറ്റും അതേപോലെ തന്നെ മ്യൂസിക്കും ആയിരുന്നു, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണ് കേട്ടോ. ഇക്കാടെ ബ്രദർ കുട്ടികൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് വന്ന് അങ്ങനെ കഴിച്ചിറങ്ങി കേട്ടോ.